മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് കേരളത്തിലുള്ള തെറ്റിദ്ധരിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അതെ 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 അത് തന്നെയാണ്. ഇതൊരു പ്രോപ്പർ പ്ലാൻഡ് ആയിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിനിങ് നെഗറ്റീവ് പി ആർ ഉണ്ടല്ലോ, നെഗറ്റീവ് ക്യാമ്പയിൻ ടാർഗറ്റ് ഇത് ചില പാർട്ടികൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ്. അത് ഞാനത് എഫക്ട് ചെയ്യും എന്നും വിചാരിക്കുന്നില്ല. ബിക്കോസ് ഈ അടിയിലുള്ള കുറെ കമന്റ്സിലും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓ കഴിഞ്ഞു അവളുടെ കരിയർ അങ്ങനെ ഇങ്ങനെന്നൊക്കെ. പക്ഷെ എന്റെ ഒരു വിശ്വാസത്തിൽ എന്താന്ന് പറയുക, നമുക്കൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനിയിൽ ഉണ്ടെങ്കിൽ അതിന് ആര് വന്നാലും അതാർക്കും, ഇവിടത്തെ പ്രധാനമന്ത്രി ആണെങ്കിലും ഇവിടത്തെ ആരാണെന്നുണ്ടെങ്കിലും ലൈക് നോബഡി ക്യാൻ ഡു എനിത്തിങ്. ഇപ്പൊ ഈ ഹോൾ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയാണ്. അത് ഫീമെയിൽ സെൻട്രിക് അല്ല. കഥ എങ്ങനെയാണ്? ഇത് എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ കേറി ഇറങ്ങി പോകുന്നുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും കൂടെ കേറി പോകുന്ന ടൈപ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന സംഭവം. എനിക്ക് തോന്നുന്നു പ്രൊഫഷണലിനേക്കാളും കൂടുതൽ പേഴ്സണലി പുള്ളി നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആക്കി നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ എല്ലാ പുള്ളി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബോണ്ട് എല്ലാരും തമ്മിലുണ്ട്. പുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ. ശ്യാമേട്ടൻ പിന്നെ ഓൾറെഡി പ്രൊഡക്ഷൻ കൺട്രോളറും കൂടി പണ്ടായതുകൊണ്ടും ശ്യാമേട്ടനെ എല്ലാം അറിയാം. മുക്കും മൂലയിലും എന്ത് സംഭവിക്കുന്നു, ശ്യാമേട്ടന്റെ പടമാണ് അത്. ഡിസംബർ 4 റിലീസാവുന്ന മധുരക്കടക്ക് എന്ന സിനിമയിലെ നായകനും നായികയാണ് നമ്മുടെ കൂടെ. വെൽക്കം ടു മാപ്സ്റ്റർ. താങ്ക് യു. ആമിന, വിഷ്ണു. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താമോ വിഷ്ണുവിന്? എന്റെ പേര് വിഷ്ണു പാരഡി. അതുപോലെ ഹരീഷ് പാരഡിയുടെ മൂത്ത മകനാണ് ഞാൻ ഇതിൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് സിനിമയിൽ. അപ്പം നമ്മൾ അഭിനയിക്കുന്ന സിനിമ മധുരക്കണക്ക് December 4 റിലീസാവാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വിശേഷം. ആമിന? ഞാൻ അമിന നിജാം. ഇപ്പോ മധുരക്കണക്കിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടർബോ, അതല്ലാതെ ടർക്കിഷ് സർക്കം എന്ന് പറഞ്ഞിട്ട് ലുക്മാന്റെ കൂടെ ഹീറോയിനായിട്ടൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് റിലീസായ പടം. ഈ സിനിമ എനിക്ക് ഡയറക്ടർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പടത്തിലേക്ക് വന്നു. അങ്ങനെ അതെ അതെ നമ്മളാണ് പേര്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു അഭിനയിക്കാൻ. പിന്നെ ഒബിയസ്ലി ഫസ്റ്റ് സിനിമയാകുമ്പം ആദ്യത്തെ ഒരു 1-2 ദിവസം നമുക്കൊരു ഫ്ലോയിലേക്ക് വരണമല്ലോ. നമ്മൾ എന്തൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ. അതേപോലെ ആദ്യത്തെ 2 ദിവസം പക്ഷെ അത് നല്ല രസകരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇത് അഭിനയിക്കാൻ താല്പര്യമുള്ളതും ചെറുപ്പം തൊട്ട് ഇതിനോടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല രസകരമായിട്ടായിരുന്നു. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിൽ പോലും നമ്മൾ ആരെയും കാസ്റ്റ് ചെയ്തപ്പോൾ ഓഡിഷൻ ഇതിനൊക്കെ പോയിട്ടുണ്ട്. എന്റെ മുന്നേ പോയിട്ടുണ്ട്. ആക്ച്വലി ഇതിന് മുന്നേ 2 പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇതെല്ലാം കൊണ്ട് അതെ 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 അച്ഛനായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ട് ഇതില്. എക്സൈറ്റഡ് ആയിരുന്നു ആ ദിവസം, ആ ഷൂട്ടിന്റെ അന്ന് അച്ഛന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. അങ്ങനെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ചെയ്തു വന്നിട്ടുള്ള ഇച്ചിരി വ്യത്യാസമുള്ള ക്യാരക്ടറാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇല്ല അത്രയും ഒന്നും ഇല്ല. അങ്ങനെ ഒരുപാട് ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. ഇത് ഇറ്റ് ഇസ് അറൌണ്ട് അസ്. നമ്മൾ കുറച്ച് ഇപ്പൊ ഈ ഹോൾ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയാണ്. അത് ഫീമെയിൽ സെൻട്രിക് അല്ല. അത് എല്ലാം കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ സ്റ്റോറിയാണ് അത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗമാണെന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ഒരാളുടെ സ്റ്റോറി അങ്ങനെയല്ല. അതിപ്പം ഓരോരുത്തരുടെ ഇതിലിപ്പം ആർട്ടിസ്റ്റുകളുണ്ട്. ഇതിലിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നായകനെ സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ആരുടെ വ്യൂവിൽ നിന്നാണ് ആ സിനിമ നമ്മൾ കാണുന്നതനുസരിച്ചിട്ടിരിക്കും അതിന്റെ ആ സിനിമയുടെ നായകൻ ആരാ നായിക ആരാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മാമിനിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണെങ്കിലും ഇതിപ്പോ നമ്മളങ്ങനെ ഫീമെയിൽ സെൻട്രിക് മെയിൽ സെൻട്രിക് അങ്ങനെയല്ല, കുറെ കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ആമിനയുടെ ക്യാരക്ടറും ഇതേപോലെ നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള
ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ സിനിമയില്. ജോണം എന്താണ് പടത്തിന്റെ? ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്നും പറയാം. ഒരു ത്രില്ലർ മൂവിയാണ്. ചെറിയ ഇതുണ്ട്. ഭയങ്കര ഒന്നുമില്ല, ചെറിയൊരു അതെ കൂടുതലൊരു ഫാമിലി പടം. ഫാമിലി ആയിട്ട് നമ്മള് എല്ലാവരും കണ്ടിട്ടിരിക്കേണ്ട ഒരു പടം. നമ്മളെ എല്ലാ ഫാമിലിയും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കഥ പറയുന്ന നല്ല രസകരമായിട്ട് പറയുന്ന ഒരു സിനിമയാണിത്. പിന്നെ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളാണെങ്കിലും നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സ് ആണ് എല്ലാവർക്കും. കാസ്റ്റിനാണെങ്കിൽ നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ക്യാരക്ടർ മാറിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. മധുര കണക്ക് അതിനെന്തെങ്കിലും ഒരു സിനിമയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്? സിനിമയായിട്ട് ബന്ധമുണ്ട്. അത് മധുര കണക്ക് ഉദ്ദേശിക്കുന്നത് മധുരം എന്ന് പറയുമ്പോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സംഭവം. കണക്ക് മാത്സ് ഇതിലൊരു എന്താണ് ഒരു ബന്ധം? അതിപ്പോ സിനിമയില് അത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു സസ്പെൻസ് ആണത്. നിങ്ങൾ പോയി കാണും. അത് ആക്ച്വലി ഇതൊരു നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഒരു മധുരമായിട്ടുള്ള ഒരു കണക്കാണ്. കണക്ക് കണക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് അങ്ങനെ റിസീവ് ചെയ്യാനായിട്ട് താല്പര്യം നമുക്ക് അങ്ങനെ കാണാം. അതെ അതെ സ്വീറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഏത് ക്യാരക്ടറിന്റെ കണ്ണിലൂടെയാണ് നമ്മള് ആരെയാണ് നമ്മൾ നായകനാകാൻ നമ്മൾ ആരുടെ സൈഡിൽ നിന്നാ കാണുന്നതനുസരിച്ചിട്ടിരിക്കും ഇത് മധുര കണക്കാണോ അതോ സാധാരണ ഒരു കണക്കാണോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് കേരളത്തിലുള്ള തെറ്റിദ്ധരിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അതെ 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 അത് തന്നെയാണ് പറയുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ ശരിക്കും അങ്ങനെ ഒരു റെസ്പോൺസ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഭാഗത്ത് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, മലയാളികളെക്കാളും കൂടുതൽ മലയാളികളൊന്നും അല്ല, കുറെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതൊക്കെ പെയ്ഡാണ്, എല്ലാവർക്കും അറിയാം. ഉള്ള ഈ കമന്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഒക്കെ ഫേക്കാ. എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഹിന്ദിയാ പറയുന്നത്, അവരാരും മലയാളം ഒന്നും അല്ല പറയുന്നത്. പിന്നെ മലയാളം പറയുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു വല്ല ചാറ്റ് ജിപിടിയിലോ ട്രാൻസ്ലേഷൻ വല്ലതും വെച്ചിട്ടായിരിക്കും. ബിക്കോസ് നോക്കുമ്പോൾ എല്ലാം ഫേക്ക് അക്കൗണ്ട്സ് ആണ്. ഇതൊരു പ്രോപ്പർ പ്ലാൻഡ് ആയിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിനിങ് നെഗറ്റീവ് PR ഉണ്ടല്ലോ, നെഗറ്റീവ് ക്യാമ്പയിൻ ടാർഗറ്റ് ചെയ്ത് ചില പാർട്ടികൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഗെയിമാണത്. അതിലിപ്പോ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യം. ആ ഒരു ടൈമിൽ പെട്ടെന്ന് അങ്ങനെ ഇപ്പൊ നമ്മൾ വിചാരിക്കത്തില്ലല്ലോ. നമ്മൾ ജെനുവനായിട്ട് ഒരു കാര്യം ചിന്തിച്ചിട്ട് അയ്യോ ഇത് ഇങ്ങനെ ആവുമല്ലോ, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മുടെ ഒരു ജെനുവനായിട്ടുള്ള കൺസേൺ കൊണ്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെയൊക്കെ ആക്കും എന്നുള്ളത് വിചാരിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെ ആക്കിയപ്പോ അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടായിരുന്നേ, ഞാൻ ഇങ്ങനെ അല്ലല്ലോ, ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു സാധനം എനിക്ക് അതായിരുന്നു എന്റെ ഫസ്റ്റ് റിയാക്ഷൻ. അതെ അതെ, ഞാൻ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. പക്ഷെ അത് ഒരു സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് സാധാരണ ആൾക്കാരല്ല ഇതൊന്നും പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന, ദിസ് ഇസ് നോട്ട് നോർമൽ പീപ്പിൾ. ഇത് വേറെ ആരോ പെയ്ഡായിട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ സൈലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള. ബിക്കോസ് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് സാധാരണക്കാര് ഇപ്പം അത് മനസ്സിലാക്കി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിം മനസ്സിലാക്കി നിന്നിട്ടുണ്ടെങ്കിൽ കുറെ പാർട്ടികളുടെ ഗെയിം ഇവിടെ നടക്കില്ല. അങ്ങനെ നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫെയിലിയർ ആണല്ലോ. അപ്പൊ അവരത് സോഷ്യൽ മീഡിയ വെച്ചിട്ട് കുറെ കളികൾ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലായപ്പോ ഐ വാസ് ലൈക്ക് ഓക്കെ. ഫാമിലി ഭയങ്കര പാനിക്കായി. ബിക്കോസ് അവരൊരിക്കലും ഇങ്ങനെയൊന്നും ഞാനേ പ്രതീക്ഷിച്ചില്ല. അതിനേക്കാളും എന്റെ ഫാമിലി കുറച്ചും കൂടെ എന്നെ കൊണ്ട് കൺസേൺഡ് ആവുമല്ലോ. എന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കൺസേൺഡ് ആയിരുന്നു. എല്ലാവരും എന്നെ വിളിച്ചു, നീ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, ഇങ്ങനെ പറയുന്നുണ്ട്. യൂട്യൂബേഴ്സ് അത് പിടിച്ചിട്ട് വേറെ എന്തൊക്കെയോ പറയും. ബിക്കോസ് അവർക്കൊക്കെ നല്ല കാശ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത്. നല്ല രീതിയിൽ മറ്റേ കഞ്ഞി കുടിക്കാനുള്ള കാശല്ല, ബിരിയാണി കഴിക്കാനുള്ള കാശാണ് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ, അവർക്ക് നമ്മളെ കുറിച്ച് അറിവില്ലാതെ പറയുന്നതിന് അതൊക്കെ ദൈവം അവരുമായിട്ടുള്ള. ഞാൻ കുറച്ച് സ്പിരിച്വൽ ആയിട്ടാണ് അത് കണ്ടത്. അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ. എനിക്ക് എന്തായാലും കരിയർ ഇല്ല, എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാനത് എഫക്ട് ചെയ്യും എന്നും വിചാരിക്കുന്നില്ല. ബിക്കോസ് ഈ അടിയിലുള്ള കുറെ കമന്റ്സിലും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഓ കഴിഞ്ഞു അവളുടെ കരിയർ അങ്ങനെ ഇങ്ങനെന്നൊക്കെ. പക്ഷെ എന്റെ ഒരു വിശ്വാസത്തിൽ എന്താന്ന് അറിയോ, നമുക്കൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനിയിൽ ഉണ്ടെങ്കിൽ അതിന് ആര് വന്നാലും അത് ആർക്കും
ആർക്കും, ഇവിടത്തെ പ്രധാനമന്ത്രി ആണെങ്കിലും ഇവിടത്തെ ആരാണെന്നുണ്ടെങ്കിലും ലൈക് നോബഡി ക്യാൻ ഡു എനിത്തിങ്. അംബാനി വന്നിട്ട് ഇവിടെ വന്നിട്ട് അവന് സിനിമ ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടിയിട്ട് ആ സിനിമ വിധിച്ചിട്ടുണ്ടെങ്കിൽ സംഹൗ ഇറ്റ് വിൽ കം ഇൻ ടു മൈ ഡെസ്റ്റിനി. അതാണ് എന്റെ വിശ്വാസം. അപ്പൊ എനിക്കുള്ള പ്രോജക്ട്സ് അത് എപ്പോഴും എന്റെ ഡെസ്റ്റിനിയിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാത്തത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ വിശ്വസിക്കുമ്പോ നമുക്ക് അതൊരു പ്രശ്നമല്ല. ബ്രോ ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ എല്ലാവർക്കും ഏറെക്കുറെ അറിയുന്ന ഒരു കാര്യമാണ് ഇത്. ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അമിനായിട്ട്? ഇല്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. ഞാൻ ഇവിടെ അല്ല, ഞാൻ ലണ്ടനിലായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ഷൂട്ടിന് കാണുന്നത്. കൊറേ ആയി. ഇത് ഷൂട്ടിംഗ് അപ്പൊ എന്തായിരുന്നു പടത്തിന്റെ? ഷൂട്ടിംഗ് നമ്മള് ലാസ്റ്റ് ഇയർ ആയിരുന്നു. ലാസ്റ്റ് ഇയർ അവസാനമായപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞത്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞിട്ട് റിലീസായി. അപ്പൊ ഇഷ്യൂന് ഈ ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോഴും തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസം തെലുങ്ക് സിനിമ ഉണ്ട്. എല്ലാ ദൈവം സഹായിച്ചിട്ട് എനിക്ക് എന്റെ അന്നം സിനിമ തന്നെയാണ്. അത് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കുള്ള വഴി അത് ദൈവം തരും. അത് നമ്മൾ ജെന്യൂൻ ആയിട്ടൊരു കാര്യം പറയുമ്പോ അത് ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആരെയും മോശമായിട്ടോ അല്ലെങ്കിൽ അത് ഒരു ബാഡ് ഇന്റൻഷനോടെ ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ല. എന്റെ ഇന്റൻഷൻ പ്രോപ്പർ ആണെങ്കിൽ എനിക്കൊരു പ്രശ്നവും വരില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ദൈവം എന്റെ കൂടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. താങ്ക് യു. ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഈ സിനിമയുടെ ഷൂട്ട് നടന്നത് 2 ഷെഡ്യൂളായിട്ടാണ് നടന്നത്. അതിൽ മെയിൻ ആയിട്ട് ഷൂട്ട് നടന്നത് കോഴിക്കോടാണ്. പിന്നെ കുറച്ച് ഷൂട്ട് നമ്മളെ എറണാകുളത്തും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ എക്സ്പീരിയൻസ്? ലൊക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മള് ഭയങ്കര വലിയൊരു പടമല്ല, ചെറിയൊരു പടമാണ്. പക്ഷെ അതിന് ലൊക്കേഷൻ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞങ്ങൾ പല ലൊക്കേഷനിലേക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ലൊക്കേഷൻ മാറി ചേഞ്ച് ആയിട്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ചൊക്കെ എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും ഒക്കെ ഒരുമിച്ചൊക്കെയാണ് ട്രാവലൊക്കെ ചെയ്തത്. അപ്പൊ അത് നല്ല രസമായിരുന്നു. അല്ലാത്ത ടൈമൊക്കെ നമുക്ക് കൂടുതൽ ഒരു തറവാട് പോലത്തെ വീടൊക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്കൊക്കെ ആണല്ലോ എന്റെ വീടൊക്കെ ആയിട്ട്. അപ്പം വീട് അങ്ങനെ കഥാപാത്രത്തിൽ അങ്ങനെ സോങ്ങിന്റെ സമയത്താണ് നമ്മൾ കുറെ ട്രാവൽ ചെയ്തു. നമ്മള് വാട്ടർഫോൾ അത് ഇത് കുറെ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ എനിക്കൊന്ന് കടമക്കുടിയൊക്കെ ഉണ്ടായിരുന്നു. കുറെ സ്ഥലത്തുണ്ട്, വരാപ്പുഴ, കടമ, കുറെ സ്ഥലത്തുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. അപ്പൊ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോകും. അതിന്റെ ഇടയിൽ നമ്മളെ സംസാരവും ഇതും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോഴുള്ള നമ്മള് സിനിമ അഭിനയിക്കുന്നവർ മാത്രമല്ല കേട്ടോ, പുറകിലുള്ള ക്രൂ മെമ്പേഴ്സും എല്ലാവരും നല്ല ഫണ്ണായിരുന്നു. അയ്യോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരും തന്നെ എടുത്തു പറയണം. ഞാൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കിയായിരുന്നു. അങ്ങനെ ഒരു സിനിമ സെറ്റിലോട്ടേക്ക് പോയതുകൊണ്ട് നീ പുതിയ ഒരാൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതേന്ന് തോന്നുന്നു. അതെ, നമ്മള് കോമ്പിനേഷൻ ഉണ്ട്. അമിനായിട്ട് കുറെ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ടും കോമ്പിനേഷൻ ഉണ്ട്. ഇത് നമ്മുടെ എനിക്ക് ഹരീഷ് കണാരൻ ചേട്ടനായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. അച്ഛനായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. ആമി, പിന്നെ ഇതില് പ്രദീപ് ബാലൻ, രമേശ് കപട, കുറെ പേരുണ്ട്. കുറെ ആർട്ടിസ്റ്റ് നിരകൾ തന്നെയാണ്. ഇന്ദ്രൻ സേട്ടൻ, ഇവരൊക്കെ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്. ഒരുപാട് എല്ലാവരുമായിട്ട് കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു ഹരീഷ് കണാരനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല. ബാക്കി എല്ലാവരുമായിട്ട് ഏറെക്കുറെ എനിക്ക് സെന്തിലേട്ടനായിട്ട് കോമ്പിനേഷൻ ഇല്ല. സെന്തിലേട്ടനും ഹരീഷ് കണാരൻ ചേട്ടനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല. പക്ഷെ ഇത് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഇത് കഥ എങ്ങനെയാണ്, ഇത് എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ കേറി ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും കൂടെ കേറി പോകുന്ന ടൈപ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന സംഭവം. ശ്യാമേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാധേശ്യാം എന്നാണ് ഡയറക്ടറെ പേര്. ഞാൻ ശ്യാമേട്ടനെ വിളിക്കാറ്. ശ്യാമേട്ടൻ എനിക്ക് കുറെ ചെറുപ്പം തൊട്ടേ അറിയാം. ഇപ്പൊ ശ്യാമേട്ടനെ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ റൈറ്റർ ശാന്തേട്ടനാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ പ്രകാശ് ചേട്ടൻ, പിന്നെ അത്യാവശ്യം ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരും നമ്മൾ ഈ അച്ഛനും അങ്ങനെ എല്ലാവരും നമുക്ക് നേരത്തെ അറിയാം. നല്ല കമ്പനിയുള്ള ആൾക്കാരൊക്കെ തന്നെ. അപ്പം ശ്യാമേട്ടനാണെങ്കിൽ ശ്യാമേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷനിൽ വരുന്ന ഫസ്റ്റ് പടമാണ്. ശ്യാമേട്ടൻ വലിയ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇത്ര വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഡയറക്ടറിന്റെ ഫസ്റ്റ് പടമാണ്. അപ്പം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശ്യാമേട്ടൻ നല്ല രീതിയിൽ ഈ പടം കൺസീവ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്, ഗൈഡൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ആളുടെ കൂടെ വർക്ക് ചെയ്തപ്പോ നല്ലതായിരുന്നു.
പുള്ളി നല്ലയാ. നമ്മള് എല്ലായിടത്തും വന്ന് നല്ല രീതിയിൽ സംസാരിച്ച് നമ്മളൊക്കെ ആയിട്ട് എല്ലാവരും ആ ഒരു ബോണ്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രൊഫഷണലിനേക്കാൾ കൂടുതൽ പേഴ്സണലി പുള്ളി നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആക്കി നമ്മളത് സംസാരിക്കുന്നതാണെങ്കിൽ എല്ലാം പുള്ളി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബോണ്ട് എല്ലാരും തമ്മിലുണ്ട്. പുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ. ശ്യാമേട്ടൻ പിന്നെ ഓൾറെഡി പ്രൊഡക്ഷൻ കൺട്രോളറും കൂടി പണ്ടായതുകൊണ്ടും ശ്യാമേട്ടനെ എല്ലാം അറിയാം. മുക്കും മൂലയിലും എന്ത് സംഭവിക്കുന്നു. ശ്യാമേട്ടന്റെ പടമാണ് അത്. ശ്യാമേട്ടന് അറിയാം എന്താണ്. ഇപ്പൊ മെയിൻ കപ്പിത്താൻ സീറ്റിൽ ഇരിക്കുകയാണെങ്കിലും ആ മൂലയ്ക്ക് എന്താ നടക്കുന്നത്, ഈ മൂലയ്ക്ക് എന്താ നടക്കുന്നത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഷൂട്ടിനാണെങ്കിലും നമുക്ക് ടൈം വേസ്റ്റേജോ അങ്ങനെയൊന്നും നമ്മളെ ഷൂട്ടിന് അധികം ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ ഷെഡ്യൂൾ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ഒരു സീൻ എക്സ്ട്രാ വരെയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഇതായിട്ടാണ് ഷൂട്ടൊക്കെ. ക്യാമറ നമ്മുടെ ചേട്ടൻ എൽദോ ഐസക് ആണ് നമ്മുടെ സിനിമോട്ടോഗ്രാഫർ. എൽദോ ചേട്ടൻ നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഉണ്ട് സിനിമയിൽ, എസ്പെഷ്യലി സോങ്സിലൊക്കെ ആണെങ്കിൽ നല്ല പുള്ളി ഫ്രെയിം ഒക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് ലൈറ്റ് കഴിഞ്ഞോ സെറ്റ് ആയോ. ഇങ്ങനെയല്ല പൊതുവെ ലൈറ്റിംഗ് സമയം എടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടും. ക്രൂ മെമ്പേഴ്സിനൊക്കെ പറയണോ, ക്രൂ മെമ്പേഴ്സിന് ബിഗ് ഷൗട്ട് ഔട്ട്. നമ്മളൊന്നും ഇരിക്കുമ്പോഴത്തേക്ക് ആയി കേട്ടോ. അപ്പൊ ഞാൻ ശരി ഇരിക്കാനും പറ്റില്ല എന്ന് ഭയങ്കര ഫാസ്റ്റാ. ഒരു നമ്മുടെ സിനിമ എന്താണ് കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് നിങ്ങളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഇത് കാണുമ്പോൾ? പ്രേക്ഷകർക്ക് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയൊക്കെ പ്രേക്ഷകരുടെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. നമ്മള് നല്ല കണ്ടന്റ് ഉള്ള ഒരു പടം തന്നെയാണ്. അപ്പം നിങ്ങളൊക്കെ ഫസ്റ്റ് സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ പടത്തിന്റെ വിജയം എല്ലാം, നമ്മുടെ അതിന്റെ റണ്ണും ഒക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. ഇനി ഒട്ടും തിയേറ്ററിൽ വരാൻ പറ്റാത്ത ആൾക്കാരാണ് OTT-ലാണെങ്കിലും മസ്റ്റ് ആയിട്ട് കാണുക, വിട്ടുപോകാതെ കാണുക. എല്ലാവരും നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക, നമ്മുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യുക. അതെ, ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ എന്നെ അനലൈസ് ചെയ്യാ. പ്രൊജക്ട് കമ്മിറ്റഡ് പ്രൊജക്ട് ഒന്നും ആയിട്ടില്ല. 2-3 പ്രൊജക്ട്സിന്റെ ടോക്സ് നടക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്നും ആയിട്ടൊന്നുമില്ല, കൺഫേം പറയാറായിട്ടില്ല. എനിക്ക് പ്രേക്ഷകരോട് അല്ല, ഇത് തന്നെയാണ് നല്ല രീതിയിൽ എന്തായാലും പടം നല്ല രീതിയിൽ വന്നിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും December 4th എല്ലാവരും പോയി കാണണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്കമിങ് ഒരു തമിഴും ഒരു തെലുങ്കും ഉണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പടമുണ്ട് മലയാളത്തില്, അത് റിലീസ് ആയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇതിന് മുന്നേ ചെയ്തതാണ്. അപ്പൊ അത് റിലീസ് ആവാനുണ്ട്. അപ്പൊ അത് പിന്നെ ഇപ്പൊ തമിഴും തെലുങ്കും ഉണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും വിജയമാവട്ടെ. ഒരുപാട് താങ്ക് യു.